ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ തേക്കടിയിലെ ഫ്ലവർ ഷോ 2024 കാഴ്ചകളാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്തെ തേക്കടി കവലയിലാണ് ഈ ഫ്ലവർ ഷോ. എല്ലാ വർഷവും ഫ്ലവർ ഷോ ഉണ്ടാവാറുണ്ട്. എല്ലാ വർഷവും കുറച്ച് ഡിഫറൻസ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഫ്ലവേഴ്സൊക്കെ ആയിരിക്കും. ഈ പ്രാവശ്യം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നത് തന്നെ ആന്തൂറിയമായിരുന്നു. അതിൻ്റെ ഡിഫറെൻറ്റ് കളറ്, അതുപോലെ തന്നെ ഷേപ്പിലുള്ള ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിങ്ക്, വൈറ്റ്, റെഡ്, അതുപോലെ ലാവൻഡർ കളറും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ആന്തൂറിയം ഉണ്ടായിരുന്നു. അതായിരുന്നു കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എടുത്തു പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഈ ഒരു ചൂടിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ചെടികളൊക്കെ പകുതിയും പൂക്കളൊന്നും ഇല്ലാണ്ടും ഒരു ചെറിയ വാട്ടത്തോടും അങ്ങനെയൊക്കെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പം ചിലവർക്ക് നല്ല പൂക്കളുള്ള ചെടികളോടായിരിക്കും താല്പര്യം, ചിലവർക്ക് എന്നാൽ ഡിഫറെൻറ്റ് ഷേപ്പും ഡിഫറെൻറ്റ് കളറും അതുപോലെ പാറ്റേണൊക്കെ വരുന്ന ഇലകളോടായിരിക്കും താല്പര്യം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും അവരവരുടെ താല്പര്യം അനുസരിച്ച് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ തരം ചെടികളും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡോറും അതുപോലെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ടായിരുന്നു. നമുക്ക് ഈ എല്ലാ ചെടികളും ജസ്റ്റ് കാണാൻ മാത്രമല്ല പറ്റുന്നത്, നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പം അതിൻ്റെയൊക്കെ ഓരോ ചെടിയുടെയും റേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ആ ചെടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് മേടിക്കാം. ഈ ഒരു ചെടി കണ്ടോ, ഈ ഒരു ചെടി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ്, അതുപോലെ പിങ്ക്, റെഡ്, അങ്ങനെ വെറൈറ്റി കളറുണ്ടായിരുന്നു. അതിലെ ആ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി. ചെറിയ പൂക്കളാണെങ്കിൽ കൂടിയും അതിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ കളറിൽ ഇങ്ങനെ നന്നായിട്ട് പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയാണ് കാണാനായിട്ട്. പൂക്കളോട് താല്പര്യമുള്ളവർക്കൊക്കെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവാറുണ്ട്. കലാഞ്ചോ, എനിക്ക് എല്ലാ ചെടിയുടെയും പേരൊന്നും അറിയില്ല, പക്ഷേ എല്ലാ ചെടികളുടെയും പേരും ഓരോ ചെടികളുടെയും അവിടെ ഇങ്ങനെ ഇതുപോലെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പൂക്കളുടെ ഒരു എല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ വെച്ചേക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൈറ്റ് തന്നെയാണ് കേട്ടോ. നമുക്കൊരു 11 മണി വരെയാണ് നമുക്കവിടെ എൻട്രി ടൈം ഉള്ളത്. അതുപോലെ കുരുമുളകിൻ്റെ തൈ, അതുപോലെ സപ്പോട്ട, അങ്ങനെ പേര, പ്ലാവ്, അങ്ങനെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ചെടികളും അതായത് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുടെ തൈകളും നമുക്ക് കിട്ടും. പിന്നെ ഹാങ്ങിങ് പോട്ടോടു കൂടി നമുക്കവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാടുണ്ട്. ചെറിയ മിനി പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ. അപ്പം ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്കും നമുക്ക് അവിടെ ചെന്നാൽ കിട്ടും. അതുപോലെ ചെറിയ ചെത്തിയുടെ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു. യെല്ലോ, അതുപോലെ തന്നെ സാദാ ചെത്തി, അങ്ങനെ നമുക്കിഷ്ടമുള്ള എല്ലാമുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട് ആസ്വദിക്കുക മാത്രമല്ല, ഇതൊക്കെ നമുക്ക് വാങ്ങുകയും ചെയ്യാവുന്നതാണ്. ഈ ഒരു ചെടിയിലൊന്നും പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിലൊക്കെ നമുക്ക് ശരിക്കും പൂക്കളൊക്കെ വാടി, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ചൂടിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് കാണുന്നത്. അതുപോലെ മാവിൻ്റെ തൈ, ഈ ഒരു ചെടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിൻ്റെ കളർ വെറൈറ്റി തന്നെയാണ്, സൂപ്പറാണ്. ഡബിൾ കളർ, ട്രിപ്പിൾ കളർ, അത് സിംഗിൾ കളർ, അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ചെടികളാണെന്ന് തോന്നുന്നു. പക്ഷേ സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട്. അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ജമന്തിയുടെ കളക്ഷനായിരുന്നു. ജമന്തിയുടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. വൈറ്റ്, അതുപോലെ പർപ്പിള്, അങ്ങനെ കുറേ കളറ്, യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ചെറിയ നാരകം. ഈ ഒരു ചെടിയും, എനിക്ക് എല്ലാ ചെടിയുടെയും പേരറിയില്ല കേട്ടോ. അപ്പം ചെടികളോട് താല്പര്യമുള്ളവർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. 10 മണി ചെടികളുടെ, അതായത് 10 മണി ചെടിയുടെ ചെറിയ പൂക്കളുടെ ഇല്ല, വലിയ പൂക്കളുടെ കളക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്.
ഈ ഒരു പൂവിൻ്റെ കളക്ഷനും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ 10 മണിച്ചെടിയുടെ നമുക്ക് നല്ല കട്ട പൂവുള്ളതും ഉണ്ടായിരുന്നു. ജമന്തിയുടെ കണ്ടോ യെല്ലോ കളറ്, ഒരുപാട് കളർ ഉണ്ടായിരുന്നു. ഇഷ്ടിക കളറ്, വൈറ്റ്, അങ്ങനെ ഒരുപാട് കളർ. നല്ല പൂക്കളോടുകൂടി നിന്ന, ഏറ്റവും നന്നായിട്ട് പൂക്കളോടുകൂടി ഒരു വാട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും നന്നായിട്ട് നിന്ന ചെടിയായിരുന്നു ജമന്തിയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ചെമ്പരത്തിയുടെ നമുക്ക് വെറൈറ്റി, അതായത് നല്ല വലിയ പൂക്കളുള്ള ചെമ്പരത്തി, ഒരുപാട് വെറൈറ്റി കളറുണ്ട്. ഇതുണ്ടോ, ഈ ക്രൈസാന്തിയമാണ് ഏറ്റവും അവിടെ അടിപൊളിയായിട്ട് നിന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ കളറും ഇങ്ങനെ അടുപ്പിച്ച് ഒന്നിച്ച് വെച്ചേക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അതിൽ ഒരുപാട് എതളുകളുള്ള പൂക്കളും അതുപോലെ എതളുകൾ കുറഞ്ഞ പൂക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ആദ്യമായിട്ട് കാണുന്നതുമാണ് ഈ ഒരു ഗ്രീൻ കളറ് ജമന്തി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ പുതിയതായിട്ട് കണ്ടതുമായിട്ടുള്ള ചെടികൾ. റോസിലെ ചെടികളിലെ പൂക്കളൊക്കെ തന്നെ വാടി കരിഞ്ഞ ഒരു പരുവത്തിലായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ പ്രസൻറ്റേഷൻ, ചെടികൾ വെച്ചേക്കുന്ന പ്രസൻറ്റേഷൻ അടിപൊളിയായിട്ടുണ്ട്. നിലത്തിങ്ങനെ പുല്ല് വിരിച്ചിട്ട് ഓരോ ബോക്സ് പോലെ അതിനുള്ളിൽ വെച്ചിരിക്കുന്നത് കാണാൻ അടിപൊളി. മെലസ്ട്രോമയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. വൈറ്റ് കളർ, പിങ്ക് കളർ, നോർമൽ ബ്ലൂ കളർ കളക്ഷൻ 3 എണ്ണത്തിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അടുത്ത സെക്ഷന്. ഇതിൻ്റെ ആ ഒരു ചെടിച്ചട്ടിയുടെയൊക്കെ ആ ഒരു ഭംഗിയും അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇത് കാണാനാണ് ഏറ്റവും കൂടുതൽ പ്രസൻറ്റേഷനിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സെക്ഷനാണ്. അതുപോലെ ചെത്തിയുടെ കളക്ഷനിൽ നമ്മൾ മുമ്പേ കണ്ടത് ചെറുതാണ്, ഇപ്പം വലിയ ചെടിയുടെ കളക്ഷനും ഉണ്ട്. അതുപോലെ ഇതുണ്ടല്ലേ ജമന്തിയും ഒക്കെ ഇങ്ങനെ ആ ഒരു പോട്ടിൻ്റെ ഭംഗി തന്നെ പ്രത്യേകമാണ്. അതിനുള്ളിൽ വച്ചേക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാണ്. ഈ ഒരു ചെടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല പ്രസൻറ്റ് ചെയ്തേക്കുന്നത്, ഇതുപോലെ നന്നായിട്ടിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്ഷനാണ്. പക്ഷെ പൂക്കളൊക്കെ വളരെ കുറവായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സൺഫ്ലവറിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൂക്കളൊക്കെ വാടി അതിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വിത്താവാറായ പരുവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ മാരിഗോൾഡിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പേരെനിക്കറിയില്ല എല്ലാ ചെടിയുടെയും, എങ്കിലും അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു ചെടിയുടെ നല്ല കളക്ഷനായിരുന്നു. അതിലായിരുന്നു നിറയെ പൂക്കളോട് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൈനീസ് ബോൾസം ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും സങ്കടം വന്നത് ഇവിടെയാണ്. കാരണം നിറയെ പൂക്കളോടുകൂടി കാണാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. പക്ഷേ അതിൽ പൂക്കളൊക്കെ വളരെ കുറവായിരുന്നു. ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ ഒക്കെ ആവാം. പിന്നെ ഈ ഒരു ചെടിയുടെ കളക്ഷൻ നന്നായിട്ടുണ്ടായിരുന്നു. വാട്ടമൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഓരോ സ്ഥലം ഇടവിട്ട് പ്രസൻറ്റേഷൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ പോട്ടിൻ്റെ ഷേപ്പാണെങ്കിലും മുമ്പേ നമ്മൾ കണ്ട ഭരണിയുടെയും ആ പോട്ടിൻ്റെയും അധികം ഡിഫറെൻ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പോട്ടിൻ്റെ രീതിയൊക്കെ. ഇതൊക്കെ നമ്മൾ നല്ല ഭംഗിയുണ്ട്. അവർ അത്രയും പോട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ആ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. മിക്സ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഒറ്റ ചെടിയായിട്ട് മാത്രം ഒറ്റ കളറായിട്ടും വെച്ചിട്ടുണ്ട്. കാണാൻ നല്ലതാണ്. അതുപോലെ ചെമ്പരത്തിയുടെ കളക്ഷന് നമുക്ക് കുറേ കളറുണ്ടായിരുന്നു. വലിയ ചെമ്പരത്തിയുടെ കളക്ഷനും അതുപോലെ ചെറിയ ചെമ്പരത്തിയുടെ കളക്ഷനൊക്കെ ആയിട്ട് നല്ല കുറേ ഭംഗിയുള്ളതും ഉണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ആ ഫ്ലവർ ഷോയുടെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്പോട്ട് വിസിറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്